സൃഷ്ടിക്കൊരു നിയമമുണ്ട്. നമ്മൾ എന്ത് വിത്ത് വിതയ്ക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഫലം നമ്മൾ നേടുമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം എന്തിനായിരിക്കാം ഈ ഒരു വാക്യം ഇവിടെ പറഞ്ഞത്. നാം എല്ലാവരും രാവിലെ മുതൽ രാത്രി വരെ ഓടുകയാണ്. ഏതൊരു വ്യക്തിയോടും നമ്മൾ ഒരു കാര്യം സംസാരിക്കുമ്പോൾ അഥവാ എന്തെങ്കിലും ഒരു ആവശ്യപ്പെട്ടാൽ അവർ പറയും ഇന്ന് സമയമില്ല, ഒട്ടും സമയമില്ല എന്നല്ലേ പറയാറുള്ളത്. അപ്പോൾ സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം മഹത്വമുണ്ട്. അപ്പോൾ സമയം നമ്മൾ ഓരോ ദിവസം എങ്ങനെയാണ് ഉപയോഗപ്രദമാക്കേണ്ടത്, അല്ലെങ്കിൽ അത് സദുപയോഗപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ വ്യർത്ഥമായി പോകുന്നുണ്ടോ ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. മുഴുവൻ ദിവസം ഇന്ന് തന്നെ നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ഇന്നത്തെ ദിവസം എടുത്തു നോക്കൂ. രാവിലെ മുതൽ നിങ്ങൾ ചിലപ്പോൾ 5 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ടാകാം, 6 മണിക്ക് ഉണ്ടാകാം, അഥവാ അതിന് മുമ്പേ എഴുന്നേൽക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ ഇന്ന് ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് രാത്രി വരെ അല്ലെങ്കിൽ വൈകുന്നേരം 5 മണി വരെ, കാരണം എല്ലാവർക്കും ഡ്യൂട്ടി ടൈം 5 മണി വരെ ഇരിക്കാം. അപ്പോൾ ആ ഒരു സമയം മുഴുവൻ സമയത്തും നിങ്ങൾ ചിന്തിച്ച് നോക്കുക, എൻ്റെ ഈ മുഴുവൻ സമയവും അത് യഥാർത്ഥ രൂപത്തിൽ ഞാൻ ചിലവാക്കിയോ? യഥാർത്ഥ രൂപത്തിലാണ് ചിലവാക്കിയതെങ്കിൽ ഏതിൻ്റെ ആധാരത്തിലാണ്, ഏതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കതിനെ പറയാൻ പറ്റും എൻ്റെ ഇന്നത്തെ മുഴുവൻ ദിവസം സഫലമായി എന്നുള്ളത്? ഒരു പക്ഷേ നിങ്ങൾ കരുതുന്നു രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ഡ്യൂട്ടിക്ക് പോയിരുന്നു, അതുകൊണ്ട് എല്ലാ സമയത്തും ആ ഒരു സമയത്ത് സഫലമായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? കാരണം നമ്മൾ ആ എല്ലാ സമയത്ത് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ ബുദ്ധിയിൽ വരും ഇന്ന് ജോലിക്ക് പോകണം, ഡ്യൂട്ടിക്ക് പോകണം, ഡ്യൂട്ടി ഇന്ന് കൃത്യസമയത്തിൽ എത്തണം എന്നുള്ള ചിന്തയിലായിരിക്കും ഓടുക. അപ്പോൾ അവിടെയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ദിവസം ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ അന്നത്തെ ശമ്പളം ചിലപ്പോൾ കട്ടാകും. അപ്പോൾ നമ്മുടെ ബുദ്ധിയിലുള്ളത് നമ്മൾ ഓടുന്നത് പണത്തിലേക്കാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഓടുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം മുഴുവൻ ദിവസം നമ്മുടെ സമയം യഥാർത്ഥ രൂപത്തിൽ സഫലമാകുന്നില്ല, അഥവാ അത് സദുപയോഗപ്പെടുന്നില്ല എന്നുള്ളത്. കാരണം അവിടെ ലക്ഷ്യം മറ്റൊന്നാണ്, പണം ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ ചിന്തിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതും കൂടി നമ്മുടെ ഓർമ്മയിൽ വരണം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു വ്യക്തിത്വമാണ്, ലോകം മൊത്തം അറിയുന്നൊരു വ്യക്തിത്വം, അത്രയും സക്സസ്ഫുൾ ആയിരിക്കുന്ന പേഴ്സണാലിറ്റി. അതാണ് ഇൻഫോസിസ് കമ്പനിയിലെ CEO ആയിരിക്കുന്ന നമ്മുടെ ആദരണീയായിരിക്കുന്ന ശ്രീമതി സുധാമൂർത്തി. അവർ പറയുമായിരുന്നു അവരുടെ ജീവിതത്തിൽ സക്സസ് നേടാനുള്ള 2 പേരും ചേർന്നെടുത്തിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത്. ഇന്നവർ കോടികളുടെ സമ്പാദ്യം ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, പക്ഷേ അവരുടെ വിജയത്തിൻ്റെ പുറകിൽ അവരുടെ മനസ്സിൽ 2 പേരും ചേർന്ന് അവർ മനസ്സിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. വലിയൊരു കമ്പനി ഉണ്ടാക്കണം അല്ലെങ്കിൽ വലിയ തോതിൽ ഒരു പ്രൊജക്റ്റിൽ ഏർപ്പെടുമ്പോൾ അവർ മനസ്സിൽ കൊണ്ടുവന്ന ഒരു കാര്യമുണ്ട്. പണമായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അവർ പറയുമായിരുന്നു ഒരു വാക്ക്, ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന് വെച്ചാൽ അവരെന്താണോ പ്രോജക്റ്റ് മുന്നിൽ കണ്ട് അതിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്, ആ പ്രോജക്റ്റിൽ അവരാഗ്രഹിച്ചത് അതിലൂടെ അനേകർക്ക് ജോലി കിട്ടണം, അതിലൂടെ അനേകർക്ക് അവരുടെ ജീവിതത്തിൽ സുഖം കിട്ടണമെന്നായിരുന്നു. അത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ലക്ഷ്യമാണ്. പണം ഉണ്ടാക്കി അതിനുശേഷം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുക അഥവാ ചാരിറ്റി ചെയ്യുന്നതിനേക്കാൾ മുമ്പ് അവർ മനസ്സിലെടുത്തിരിക്കുന്ന ആ ഒരു തീരുമാനം, ആ ചുവടുകളാണ് ഇന്ന് അവരെ ഇത്തരത്തിലൊരു സക്സസ്ഫുൾ ജീവിതം നയിക്കാൻ അവരെ പ്രേരിപ്പിച്ചതും അതാണായിരുന്നു അവരുടെ അടിസ്ഥാനവും. അതേപോലെ നമുക്ക് അത്രയും ഉയരത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിലും സാധാരണക്കാരായിരിക്കുന്ന നമ്മളാണെങ്കിലും നമ്മുടെ ഓരോ ദിവസത്തിൻ്റെ ആ ഒരു സമയത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് നമ്മളതിനെ ചെലവാക്കുമ്പോൾ നമ്മൾ എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്തു, ഏതുപോലെ നമ്മൾ ഇന്ന് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്നും അല്ലെങ്കിൽ സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ ഇന്ന് മാർഗങ്ങളുണ്ട് പണം ഉണ്ടാക്കാൻ. എങ്ങനെ ഈസിലി നമുക്ക് പണം നേടാമെന്നുള്ള ചിന്തയിലൂടെയാണ്. കാരണം സാധാരണ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത് പണം എത്രയും പെട്ടെന്ന് വേണം, എന്തിനു വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം വെൽ സെറ്റിൽഡ് ആകാൻ വേണ്ടി. പക്ഷേ ആ തരത്തിൽ യഥാർത്ഥ രൂപത്തിലല്ലാതെ
ഓരോ വ്യക്തിക്കും ഈ സൃഷ്ടിയിൽ അതിൻ്റേതായിരിക്കുന്ന ജന്മം എന്തുകൊണ്ടെടുക്കുന്നു, അവർ ചെയ്യുന്ന കർമ്മം ഏത് പ്രകാരമായിരിക്കണം എന്നുള്ളത് എല്ലാം അതിനനുസരിച്ചുള്ള നിയമവിധികളുണ്ട്. നമ്മൾ അത് മറികടന്ന് ഏതെങ്കിലും കുറുക്ക് വഴിയിലൂടെ അഥവാ ഏതെങ്കിലും രീതിയിൽ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ പണം ഉണ്ടാക്കാം, പക്ഷെ സുഖം നമുക്ക് കിട്ടണമെന്നില്ല. പണം നമ്മളിലേക്ക് വരാം, പക്ഷെ നമ്മുടെ ആന്തരിക മനസ്സിൽ ആ ഒരു വിജയത്തിൻ്റെ സന്തോഷം ഉണ്ടാകണമെന്നില്ല, അതൊരു തൃപ്തമായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകണമെന്നില്ല. അഥവാ ഞാൻ സമ്പാദിച്ചതുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ളവർക്കെല്ലാം സുഖം കൊടുക്കാൻ വിചാരിച്ചാലും ചിലപ്പോൾ സാധിക്കണമെന്നില്ല. ഒരിക്കൽ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് കോഴ്സിന് വന്നപ്പോൾ ആ വ്യക്തി ഏകദേശം ലക്ഷപ്രഭുവാണ്, എല്ലാം തൻ്റെ കൈവശം സ്വന്തമാക്കിയിരിക്കുന്ന ഒരു വ്യക്തി, അതായത് സാധാരണക്കാർക്കിടയിൽ ഒരു സമ്പന്നൻ. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഞാൻ ഇത്രയൊക്കെ സമ്പാദിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് അതിലൂടെ സുഖം കിട്ടുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഏത് പ്രകാരത്തിലാണ് സമ്പാദ്യം ഉണ്ടാക്കുന്ന ഒരു ഇഞ്ചി ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു മുതലാളിയായിരുന്നു. അപ്പോൾ ആ വ്യക്തി എന്നോട് പറഞ്ഞ ഒരു സംഭവം എൻ്റെ മനസ്സിൽ വല്ലാണ്ട് തറച്ചു. ആ വ്യക്തി പറഞ്ഞു, ഞാൻ പലയിടത്തുനിന്നും ഇഞ്ചി ശേഖരിക്കാറുണ്ട്, എവിടെയാണ് ഇഞ്ചി കൃഷി ചെയ്യുന്നത് അവിടെ പോയി ഇഞ്ചി ശേഖരിക്കും, എന്നിട്ട് അതിനെ ചിലത് ഇവിടെ വെക്കും, ചിലത് എക്സ്പോർട്ട് ക്വാളിറ്റിയിലേക്ക് പോവാറുണ്ട്, വിദേശ രാജ്യങ്ങളിലേക്ക് അത് പല പ്രോഡക്റ്റായിട്ടും അവർ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പണം ഒരിക്കലും അയാളുടെ കുടുംബത്തിൻ്റെ മറ്റ് ചിലവുകൾക്ക് വേണ്ടി, ഇപ്പോൾ റേഷനാകാം, പച്ചക്കറിയാകാം, അഥവാ അവരുടെ ആശുപത്രിയുടെ മരുന്നിൻ്റെ കാര്യത്തിനാകാം, അങ്ങനെയുള്ള അവരുടെ കുടുംബത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്താറില്ല. ഞാൻ ചോദിച്ചാൽ അതെന്തേ? അത് തെറ്റായ രൂപത്തിൽ പറഞ്ഞ കുറച്ച് സ്വാർത്ഥതയും കുറച്ച് ആർത്തിയും കൂടിയിട്ട് പല വിധത്തിലും ചിലവരെ വഞ്ചിക്കുക എന്ന് പറഞ്ഞാൽ 100 രൂപയുള്ള ഒരു വസ്തുവിന് അവരെ കൊണ്ട് ഒരു 50 രൂപയ്ക്കോ അല്ലെങ്കിൽ 40 രൂപയ്ക്കോ വാങ്ങിക്കും, പക്ഷെ മാർക്കറ്റിൽ അത് വിൽക്കുമ്പോൾ വലിയ വിലയ്ക്ക് അയാൾ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരിൽ നിന്നാണോ ഈ ഇഞ്ചി വാങ്ങിക്കുന്നത് അവർ സ്വയം അധ്വാനിച്ച് അതിനെ പറയാറില്ലേ, ചോര നീരാക്കി അവർ ആ കൃഷി ചെയ്തതായിരിക്കാം. അപ്പോൾ ആ അധ്വാനത്തിനുള്ള മൂല്യം അവർക്ക് കൊടുക്കാതെ നമ്മൾ നമ്മുടെ സമ്പത്ത് നേടാൻ വേണ്ടി നമ്മൾ പണം ഉണ്ടാക്കുന്ന ഉദ്ദേശത്തോടു കൂടി അവരിൽ നിന്ന് ചെറിയൊരു വിലയ്ക്ക് വാങ്ങിക്കുകയും അതിനെ മറിച്ച് വിൽക്കുമ്പോൾ വലിയൊരു വിലയ്ക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കൃഷിക്കാരൻ്റെ മനസ്സിലുണ്ടാകുന്ന നോവായിരിക്കാം, അഥവാ അയാൾ മടിച്ചിട്ടത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. അയാൾ എത്രമാത്രം ജീവിതത്തിൽ പല കണക്ക് കൂട്ടലുകൾ അയാൾക്ക് ഉണ്ടായിരിക്കാം. അതൊക്കെ ഒരു നിമിഷം നേരം കൊണ്ട് അയാൾക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അയാൾ സന്തോഷത്തോടെ ആയിരിക്കില്ല തരുന്നത്. അപ്പോൾ പണം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിലൂടെ ബ്ലെസ്സിങ്സ് കിട്ടണം, അതിൽ ആശീർവാദം കിട്ടണം. എന്നാൽ മാത്രമേ അതിന് എന്തുണ്ടാവുകയുള്ളൂ, നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു. 10 രൂപയാണ് ഒരു ദിവസം സമ്പാദിക്കുന്നതെങ്കിൽ അത് തൃപ്തമായിരിക്കുന്ന സന്തോഷം ഉണ്ടാകും. നമുക്ക് നല്ല രീതിയിൽ ഉറക്കമെങ്കിലും ഉണ്ടാകും. പക്ഷേ ഇന്ന് നിങ്ങൾ തന്നെ ഒന്ന് വീക്ഷിച്ച് നോക്ക്, ഇന്ന് ആർക്കാണ് സമാധാനമായിട്ട് ഒരു നേരം ഉറങ്ങാൻ പറ്റുക? കാരണം എല്ലാവരുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത് പണം ഉണ്ടാക്കുക എന്ന് ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർമ്മം എങ്ങനെ ഉണ്ടായിരിക്കണം, ആ കർമ്മത്തിലൂടെ എനിക്ക് മാത്രമല്ല സുഖം, അതിലൂടെ മറ്റുള്ളവർക്കും സുഖം അവിടെ അനുഭവിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സുഖം കിട്ടാത്തിടത്തോളം നമ്മൾ ഏത് വിധത്തിലുള്ള കർമ്മം ചെയ്ത് പണം ഉണ്ടാക്കിയാലും ആ പണത്തിലൂടെ ഒരിക്കലും ശാശ്വതമായിരിക്കുന്ന ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താനോ ശാശ്വതമായിരിക്കുന്ന സമാധാനമോ അഥവാ സന്തോഷമോ കൈവരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് കർമ്മത്തിന് അതിൻ്റേതായിരിക്കുന്ന നിയമത്തിലൂടെ എനിക്കെന്താണ് കർമ്മം വിധിച്ചിരിക്കുന്നത് ആ കർമ്മം നമ്മൾ ചെയ്യണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം, പലരും പറയും ഞാൻ ആ ബിസിനസ്സിൽ ചെയ്തു നോക്കി, ഈ ബിസിനസ് ചെയ്തു നോക്കി, ഈ കാര്യം ചെയ്തു നോക്കി, ഒന്നും നടക്കുന്നില്ല. കാരണം നമുക്കായിരിക്കുന്ന ഒരു കർമ്മം നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും. ആ കർമ്മത്തിലേക്ക് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അതിൻ്റേതായിരിക്കുന്ന എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അതിലൂടെ 100 രൂപ സമ്പാദിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. അപ്പം അതുകൊണ്ട് മുഴുവൻ ദിവസം ജസ്റ്റ് ഓടുക മാത്രമല്ല, ഓടുന്നതിനോടൊപ്പം ശ്രദ്ധിക്കുക, എൻ്റെ കർമ്മം ശരിയായ ദിശയിലാണോ, എൻ്റെ സമയം നല്ല രീതിയിലാണോ ഉപയോഗിക്കപ്പെടുന്നതെന്ന്.